everyone, welcome back to our channel. In today's video, we are going to explore about Python random module. പൈത്തൺ പ്രോഗ്രാമുകളിൽ റാൻഡംനെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് റാൻഡം മോഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റാൻഡായിട്ട് നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യുക, ഒരു ലിസ്റ്റിൽ നിന്ന് റാൻഡായിട്ട് എലമെന്റ്സിനെ പിക്ക് ചെയ്യുക തുടങ്ങിയവ ഇത്തരം ഫംഗ്ഷൻസുകളിൽ ഉൾപ്പെടുന്നതാണ്. ആദ്യം നമുക്ക് റാൻഡം മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പം 0.01നും 1.0ക്ക് ഇടയിൽ വരുന്ന ഒരു റാൻഡം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് റാൻഡം ഡോട്ട് റാൻഡം എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 0.01നും അതുപോലെ 1.0ക്ക് ഇടയിലുള്ള റാൻഡായിട്ട് വരുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ജനറേറ്റ് ചെയ്ത് വരും. ഇത് നമുക്കിതിൽ 1.0 എക്സ്ക്ലൂഡഡ് ആയിരിക്കും, അത് ഒരിക്കലും വരത്തില്ല. 1.0 വരെയുള്ള നമ്പേഴ്സ് വരെയാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ കിട്ടുന്നുണ്ടാവുക. സോ പ്രോബബിലിറ്റി വാല്യൂസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഫംഗ്ഷൻസ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് randint എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. randint റാൻഡന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പെസിഫൈഡ് വാല്യൂസിനിടയിൽ നിന്ന് ഒരു റാൻഡം ഇൻറ്റിജർ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിലിപ്പം 5,10 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. എനിക്കിതിൽ ഈ രണ്ട് വാല്യൂസിനിടയിൽ വരുന്ന ഏതെങ്കിലും റാൻഡം ഇൻറ്റിജർ ലൈക്ക് 6 ആവാം, 7 ആവാം, 8 ആവാം, 9 ആവാം, അതിനെ റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്യിപ്പിക്കണം. നമുക്കത് നേരത്തെ പറയാനായിട്ട് പറ്റില്ല, അത് റാൻഡം ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 7 കിട്ടി. ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 കിട്ടി. അങ്ങനെ 5നും 10നും 5 ഇൻക്ലൂഡഡ് ആണ്, 10 ഇൻക്ലൂഡഡ് ആണ്. അതിന് ഈ രണ്ട് നമ്പേഴ്സിനും ഇടയിൽ വരുന്ന റാൻഡം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡിന്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മളിവിടെ 1 ആണ് കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് 1നും 10നും ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ഈ 6 സൈഡ് ഡൈ ഒക്കെ റോൾ ചെയ്യുന്നത് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെ നമ്മൾക്ക് റാൻഡം ഇൻറ്റിജർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് റാൻഡ് റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അത് റാൻഡ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതിൽ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാം, ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് കൊടുക്കാം, അപ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് പോയിന്റും കൂടി കൊടുക്കാം. അപ്പം ഇത് ഒരു സീക്വൻസ് ആണ് ജനറേറ്റ് ചെയ്യുക. 1 സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് 2 സ്റ്റെപ്പ് സൈസിൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആയിരിക്കും ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ആ സീക്വൻസിൽ നിന്നുള്ള ഒരു റാൻഡം ഇൻറ്റിജർ ആയിരിക്കും ഇത് നമുക്ക് പിക്ക് ചെയ്ത് തരുന്നുണ്ടാവാം. അപ്പം നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ 9 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. അപ്പോൾ 1, 3, 5, 7 എന്ന് പറയുന്ന ആ ഒരു ഓഡ് നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആയിരിക്കും ഇത് ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഓഡ് നമ്പേഴ്സ് ആണ് നമുക്കിതിൽ എന്ത് തരുന്നത്, റാൻഡം ആയിട്ട് ഇത് ജനറേറ്റ് ചെയ്ത് നമുക്ക് ഫൈനലി ഇത് തരുന്നത്. ഇനി അടുത്തത് രണ്ട് സ്പെസിഫൈഡ് വാല്യൂസിനിടയിൽ വരുന്ന റാൻഡം ഫ്ലോട്ടിംഗ് പോയിന്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് യൂണിഫോം എന്ന് പറയുന്ന ഫംഗ്ഷൻ. റാൻഡം ഡോട്ട് യൂണിഫോം. സോ അത് ഞാൻ 1,10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1നും 10നും ഇടയിൽ വരുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് റാൻഡം ആയിട്ട് അത് എനിക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 9.4 വരുന്നുണ്ട്, അപ്പോൾ ഞാൻ 9.7 വരുന്നുണ്ട്. റാൻഡം ആയിട്ട് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂണിഫോം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പം നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്. ഇനി ആ ലിസ്റ്റിൽ നിന്നിട്ട് റാൻഡം ആയിട്ട് ഒരു ഐറ്റത്തിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു ഫംഗ്ഷനാണ് ചോയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ലിസ്റ്റ് 1 ഈക്വൽ ടു ഞാൻ 100 കൊടുക്കുന്നുണ്ട്, 200. നമുക്കൊരു ബൂലിയൻ വാല്യൂ കൊടുക്കാം. അതുപോലെ നമുക്കിതിൽ ഒരു സ്ട്രിങ് കൊടുക്കാം. ഹലോ. സോ ഇത്രയും നമ്പേഴ്സ് ആണ്, ഇത്രയും എലമെന്റ്സ് ആണ് ഞാനിതിൽ എലമെന്റ്സ് ആയിട്ട് ഈ ലിസ്റ്റിലേക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ എലമെന്റ്സിനെ റാൻഡം ആയിട്ട് എടുക്കാൻ പോവാണ്. അതിന് ഞാൻ ചോയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. റാൻഡം ഡോട്ട് ചോയ്സ് കൊടുക്കുക. ചോയ്സ് ദെൻ അതിലേക്ക്
പാരന്തസിസിൻ്റെ ഉള്ളിൽ നമ്മുടെ ലിസ്റ്റിൻ്റെ പേര് കൊടുക്കാം. സോ ഇത് നമ്മളിനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ റാൻഡം ആയിട്ടുള്ള ഒരു എലമെന്റിനെ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. ഹലോ വന്നു, 200 വന്നു, ഫോൾസ് വന്നു. അങ്ങനെ റാൻഡം ആയിട്ട് എലമെന്റിനെ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, ഇനി നമുക്ക് ഒരു ലിസ്റ്റിൽ നിന്ന് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ എലമെന്റ്സിനെ ചോയ്സ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുക. ചോയ്സ് ചെയ്ത് റാൻഡമായിട്ട് സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ചോയ്സസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിലേക്ക് നമുക്ക് ആ ലിസ്റ്റിന്റെ പേര് കൊടുക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു പാരാമീറ്ററും കൂടി ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും. അത് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. ഇപ്പം ഞാനിതിൽ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് അറ്റ് ദ സെയിം ടൈം 2 റാൻഡം ആയിട്ടുള്ള എലമെന്റ്സിനെ എനിക്ക് ഈ ലിസ്റ്റിൽ നിന്ന് അത് റിട്ടേൺ ചെയ്ത് തരും. ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്താൽ എനിക്ക് 2 റാൻഡം എലമെന്റ്സ് കിട്ടും. 100 ഹലോ, 200 ആൻഡ് ഹലോ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റാൻഡം ആയിട്ട് മൾട്ടിപ്പിൾ എലമെന്റ്സിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിലെ എലമെന്റ്സിനെ എങ്ങനെ നമുക്ക് ഷഫിൾ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് റാൻഡം മൊഡ്യൂളിലെ ഷഫിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആദ്യം നമ്മൾ റാൻഡം ഡോട്ട് ഷഫിൾ എന്ന് കൊടുക്കും. എന്നിട്ട് ഷഫിളിലേക്ക് നമ്മുടെ ലിസ്റ്റിൻ്റെ പേര് കൊടുക്കും. ഇനി നമ്മൾ നമ്മുടെ ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ലിസ്റ്റിൻ്റെ ഉള്ള ഐറ്റംസിനെ ഷഫിൾ ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് തരും. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ 200 ഹലോ, 100 ഫോൾസ് എന്ന് പറഞ്ഞു. ആ ഒരു ഐറ്റത്തിൻ്റെ ഓർഡറിനെ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഷഫിൾ ചെയ്തു. നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഷഫിൾ ചെയ്ത് തരും. അപ്പം ഷഫിൾ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൻ്റെ ഉള്ളിലത്തെ എലമെന്റ്സിനെ മൊത്തത്തിൽ ഷഫിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് നമ്മളൊരു ഡെക്ക് ഓഫ് കാർഡ്സിനെ ഷഫിൾ ചെയ്യുന്നത് പോലെ. So that's about today's video, guys, and thank you for watching. And if you found this video helpful, please give it a thumbs up and subscribe for more tutorials.